ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദന സത്യാണോ പറയുന്നത്? എന്നെ പിരിയുന്നതിൽ വന്ദനയ്ക്ക് ഒരു സങ്കടവുമില്ലേ? ഇല്ല. എന്നാ പിരിയാം. ജഗ, അച്ഛനെ തിരിച്ചു വിളിക്കാൻ വാശി അനുവദിക്കുന്നില്ല അല്ലേ? വാശി നല്ലതാ, പക്ഷേ കൺപോളകളിലുള്ള ഈ നനവിൽ അച്ഛനോടുള്ള ജഗന്റെ സ്നേഹം കാണാം. അത് വന്ദനെ, അച്ഛനെ പിരിഞ്ഞിരിക്കാനാവുന്നില്ല അല്ലേ? ജഗന് അതിനാവില്ലെന്നറിയാം. കാര്യം, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പാക്ക് ചെയ്ത ഡ്രസ്സുകളുടെ കൂട്ടത്തില് അച്ഛന്റെ ഒരു ഷർട്ടും കണ്ടിരുന്നു. അത് പാക്ക് ചെയ്തപ്പോ എന്റേതാണെന്ന് കരുതി ഞാൻ എടുത്തു വെച്ചതാ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അച്ഛന്റെ ഷർട്ട് മാറ്റിയെടുത്ത് വെച്ചതാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് തന്നെ ആ ഷർട്ട് ഞാൻ എടുത്ത് അച്ഛന്റെ മുറിയിൽ തന്നെ കൊണ്ടുവച്ചു. എന്നിട്ടും ഇവിടെ വന്നപ്പോ ആ പാക്കറ്റിൽ അച്ഛൻ്റെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. അതെ ജഗ, ജഗന്റെ അമ്മ ഒരിക്കൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛനില്ലാത്ത രാത്രികളില് ജഗൻ അച്ഛന്റെ ഷർട്ട് ഇട്ടിട്ടാണ് ഉറങ്ങാറുള്ളതെന്ന്. അച്ഛനെ പിരിഞ്ഞിരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് ജഗന്റെ മുഖത്തുനിന്ന് വായിച്ചറിയാം. എന്നെയും ദേമോളെയും കരുതി ജഗനും അച്ഛനും പിരിഞ്ഞിരിക്കരുത്. വന്ദന പറഞ്ഞതുപോലെ അച്ഛൻ എനിക്ക് ജീവന എന്ന് വെച്ച് എന്റെ ഭാര്യയും മകളെ ഒഴിവാക്കി മടങ്ങി ചെല്ലാനൊന്നും എനിക്കാവില്ല. എന്നെയും ദേമോളെയും ഒഴിവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. തൽക്കാലത്തേക്ക് ഞാനും ദേമോളും എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. ജഗൻ കുറച്ചുനാള് അച്ഛനോടൊപ്പം പോയി താമസിക്കും. വന്ദനയ്ക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റുമോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. വന്ദന സത്യാണോ പറയുന്നത്? എന്നെ പിരിയുന്നതിൽ വന്ദനയ്ക്ക് ഒരു സങ്കടവുമില്ലേ? ഇല്ല. എന്നാ പിരിയാം. ചന്ദ്രു, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇന്ന് നീ അത്താഴം നിർബന്ധിച്ച് കഴിപ്പിച്ചപ്പോ വയറൊരുപാടങ്ങ് നിറഞ്ഞു. പക്ഷേ മനസ്സ് നിറഞ്ഞില്ല. സ്വന്തമായവള് പട്ടിണി കിടക്കുമ്പോ അല്ലേലും മനസ്സ് അങ്ങനെ തന്നെയാ. തെറ്റ് പറ്റിയത് എനിക്കാ. എല്ലാ ദുഃഖങ്ങളും മറന്നുവെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനും നിന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതിയ വിശപ്പ് മരവിച്ചിട്ടും അത്താഴം കഴിച്ചത്. പക്ഷേ അപ്പോഴും നീ കഴിച്ചോന്ന് ചോദിക്കാൻ ഞാൻ മറന്നു. ജീവിതം ഇനി എങ്ങനെയെന്ന് ചോദ്യചിഹ്നം മുന്നിൽ നിൽക്കുമ്പോ പലതും മറക്കും. എന്തെങ്ങനെ? ചന്ദ്രു, ഈ മാധവൻ തളരാത്തത് നീ മുന്നിലുള്ളപ്പോഴാ. ഇപ്പോ നിന്റെ മുന്നിലും ഞാൻ. വേണ്ട, അരുതാത്തതൊന്നും പറയണ്ട. ഈ തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചൂടേൽക്കാതെ ചേർന്ന് നിൽക്കുന്നവളായി ചന്ദ്രിക. ഈ തണൽ മരം വീണ പൊള്ളലേറ്റ് തളർന്നു പോകും ഞാൻ.
ഇലകളൊക്കെ കൊഴിഞ്ഞുപോയ വൃക്ഷത്തിന് ഇനിയും തണലേകാൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. കൂടുകൂട്ടിയ പക്ഷികൾ വരെ പറന്നകന്നു പോയില്ലേ? എന്ന് നിലം പതിക്കുമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയില. മാധവേട്ട, ചന്ദ്രു, നീ അത്താഴം കഴിച്ചില്ലല്ലോ. വാ, വന്നേ കഴിക്കാം. എനിക്ക് വേണ്ട മാധവേട്ട, വിശപ്പില്ല. അത് ശരിയാവില്ല. അത്താഴ പട്ടിണി കിടക്കാൻ പാടില്ല. ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കാൻ പാടില്ലെന്ന് എന്നെയും മക്കളെ ഉപദേശിക്കാറുള്ളവളാ നീ. അത് പിന്നെ ഒന്നും പറയണ്ട. എണീറ്റ് വന്നേ, വാ. പതുക്കെ ഇരിക്കെ. എനിക്ക് വിശപ്പില്ല മാധവേട്ട. മക്കള് മുഖം തിരിച്ച ഒരമ്മയ്ക്ക് ആദ്യം നഷ്ടമാകുന്നത് വിശപ്പെന്ന വികാരവാ. മാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ എന്റെ അച്ഛന്റെ ആണ്ടിന് ഒരു വൃദ്ധസദനത്തിൽ അന്നദാനം നടത്തിയത്? അന്ന് അവിടെ കണ്ട അമ്മമാരൊന്നും മക്കളെ പ്രസവിക്കാത്തവരല്ല. മക്കൾക്ക് വേണ്ടി ജീവിച്ചപ്പോ സ്വയം ജീവിക്കാൻ മറന്നുപോയവരാ. നമ്മൾ അതുപോലെ ജീവിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതുപോലെയല്ലേ നിനക്ക് വാരി തന്നിരുന്നത്? അന്നൊക്കെ നമ്മൾ രണ്ടാളും അമ്മയും. എന്ത് സന്തോഷമായിരുന്നു, എന്ത് സമാധാനമായിരുന്നു ചന്ദ്രു അന്ന്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി പിറക്കുന്നതെന്നാ. അത് സത്യമാണെന്ന് കാലം തെളിയിച്ചു. വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട മാധവേട്ട. ആരിൽ നിന്നും ഇനിയൊന്നും മോഹിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. മാധവേട്ടനും ഞാനും, എനിക്ക് മാധവേട്ടനും മാത്രം. മാനത്തെ കൊട്ടാരം